നമസ്കാരം. ഇന്ന് നമുക്ക് റഷ്യയിലും ജപ്പാനിലും ആഞ്ഞടിച്ച സുനാമി തിരകളെക്കുറിച്ച് സംസാരിക്കാം. അക്ഷരാർത്ഥത്തിൽ റഷ്യയെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പമായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായത്. എന്നാൽ ഇതിനു പിന്നാലെ ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകളെത്തി. ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെ തന്നെയാണ് ഈ വാർത്തകൾ കണ്ടതും കേട്ടതും. മാത്രമല്ല, നിരവധി രാജ്യങ്ങൾക്ക് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് വീണ്ടും ചർച്ചയാകുന്നത് മറ്റൊരു സംഭവമാണ്. അതിലേക്ക് വരാം. ഈ വീഡിയോ മുഴുവനായും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. റഷ്യയിലെ കംചട്ക ദ്വീപിൽ ബുധനാഴ്ച ഒരു ഭൂകമ്പമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു അതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെയാണ് സുനാമി റിപ്പോർട്ട് ചെയ്തത്. ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമി തിരകൾ ജപ്പാൻ തീരത്തെ തുറമുഖങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയതായും സുനാമിയിൽപ്പെട്ട് നിരവധി തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ജപ്പാൻ, അലാസ്ക, ഹവായ് എന്നിവയുൾപ്പെടെ പസഫിക് മേഖലയിലുടനീളം സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കാംചത്ക ഉപദ്വീപിന്റെ അടുത്താണ് എന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശം ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ US ജിയോളജിക്കൽ സർവേ പ്രകാരം 19 കിലോമീറ്റർ ആഴത്തിലും ജപ്പാന്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപായ ഹോക്കൈഡോയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയുമായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പുണ്ട്. ഇത് പ്രകാരം ഹവായ്, ചിലി, ജപ്പാൻ, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ 1 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. അതുമാത്രമല്ല, ഹോക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ഏകദേശം 30 സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകളെത്തിയതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുറിൽ ദ്വീപുകളിലെ സെവേറോ കുറിൽസ്കിൽ ആദ്യ തിരമാലകളെത്തിയതായി റഷ്യയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കംചത്ക മേഖലയിൽ അനുഭവപ്പെട്ട ഈ ഭൂകമ്പം ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. കൂടാതെ സഖാലിൻ ദ്വീപിൽ അധികൃതർ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കംചത്ക ഒരു ഭൂകമ്പ സാധ്യതാ പ്രദേശമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് കംചത്ക ഒരു ഭൂകമ്പ സാധ്യതാ കേന്ദ്രമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ കിഴക്കൻ മേഖലയിലാണ്. ഈ മേഖല യഥാർത്ഥത്തിൽ പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ്. ആ മേഖലയിലാണ് കംചത്ക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഭൂകമ്പങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് 6ാമത്തെ ഏറ്റവും വലിയ ഭൂകമ്പമാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നു. ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലെ സെവേറോ കുറിൽസ്ക് മേഖലയിൽ സുനാമിയുമെത്തി. വടക്കൻ ജപ്പാനിലെ ഹോക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയതോടെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011 ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു. എന്നാൽ ഈ സംഭവത്തോടെ വീണ്ടും ചർച്ചയാകുന്നത് ആ പ്രവചനമാണ്. റയോ തൽസുഗി ജൂലൈ 5 ജപ്പാനിൽ സംഭവിക്കുമെന്ന് പ്രവചിച്ച ആ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുന്ന കാര്യം. മഹാനഗരങ്ങൾ കടലിൽ വീഴുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ അന്ന് അത് സംഭവിച്ചില്ല. റിയോ തൽസുഗിയുടെ പ്രവചനം പാഴായി പോയപ്പോൾ ജപ്പാൻ മാത്രമല്ല, ലോകം മുഴുവൻ ആശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിവസങ്ങൾ കഴിഞ്ഞ് ജൂലൈ 30 അത് സംഭവിച്ചത്. ജൂലൈ അവസാനിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെയാണ് ആ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ജൂലൈ 30 പുലർച്ചെയുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന്
റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായിരിക്കുന്നത്. വടക്കൻ ജപ്പാനിലെ തീരപ്രദേശങ്ങളിലേക്കാണ് ആദ്യം ഭീമൻ തിരമാലകൾ എത്തിയത്. എന്തായാലും ജൂലൈ അവസാനിക്കും മുമ്പേ ദുരന്തം എത്തിയതോടെ ജാപ്പനീസ് ബാബ വാൻക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റയോ തൽസുഗിയുടെ പ്രവചനം വീണ്ടും ചർച്ചയാകുകയാണ്. റയോ തൽസുഗി തൻ്റെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനം നടത്തിയത്. റയോ തൽസുഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞത് ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയുമെന്നാണ്. അതായത് സമുദ്രത്തിനടിയിൽ സംഭവിക്കുന്ന ഭൂകമ്പത്തെക്കുറിച്ചുള്ള സൂചനയാണിതെന്ന് അന്നേ ചിലർ വാദിച്ചിരുന്നു. അത്തരമൊരു ഭൂകമ്പവും പിന്നാലെ സുനാമിയും ഉണ്ടാകുമെന്നാണ് റയോ തൽസുഗി നൽകിയ സൂചനയെന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്. 2011 സുനാമിയും കോവിഡ് വ്യാപനവുമൊക്കെ നേരത്തെ തൽസുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ അവകാശവാദം. അതിനാലാണ് തൽസുഗിയുടെ പ്രവചനം ജപ്പാനിൽ കോളിളക്കം സൃഷ്ടിച്ചത്. അതാണിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും.